അതന്നെ വലിയ ഭാഗ്യം. അതും ഇത് ഓർത്ത് അമ്മച്ചി വിഷമിക്കരുത്. ഇതാ ഇത് വെച്ചോളൂ. എനിക്കിതൊന്നും വേണ്ട മോനെ. എന്റെ മോനെ കണ്ടാ മാത്രം മതി. ആവശ്യങ്ങൾ ഒരുപാടുള്ളതാണല്ല മേടിച്ച പെങ്ങളെ. ഇത് വെച്ചോളൂ. ഞാൻ വരട്ടെ. ബാബുട്ടിക്ക ഞാൻ മാർക്കോസിന്റെ വീട്ടിൽ കയറിയിരുന്നു. അമ്മനെ വിഷമിക്കണ്ട, മാർക്കോസ് വരും. ഞാനല്ലേ പറയുന്നത്. ബാബുട്ടിക്ക ഞങ്ങളുടെ കുടിയിലാട്ട് വരണില്ലേ? ഇനി ഒരിക്കൽ വരാം. വരട്ടെ. ആരും ഇല്ല ഇവിടെ? ആരാ? ഓ, എന്തിനാ വന്നത്? എന്താ എനിക്കിവിടെ വന്നൂടെ? കടപ്പുറത്ത് വെച്ച് കണ്ടപ്പോ എന്തായിരുന്നു ഭാവം? വലിയ ആളായപ്പോ ഞങ്ങളെയൊക്കെ മറന്നു കാണുമെന്നാ ഞാൻ വിചാരിച്ചേ. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ആരെയും മറന്നിട്ടില്ലെന്ന്? മറക്കുകയുമില്ല. ആഹാ, മോൻ എന്താ വന്ന കാലത്തിന് നിക്കണേ? ഇരിക്കേ. ഇരിക്കാൻ ആരും പറഞ്ഞില്ല. ബാപ്പൂട്ടി വന്നെന്ന് കരക്കാര് പറയണ കേട്ടു. മോൻ ഇത്ര നാൾ എവിടായിരുന്നു? ചെറിയൊരു ജോലി കിട്ടി. അതേതായാലും നന്നായി. തല്ലും വക്കാണോ ഒക്കെ ആയിട്ട് ഈ കടപ്പുറത്ത് കിടന്ന ജീവിതം പാഴാക്കണ്ടല്ല. മോനിരിക്കെ, ഞാൻ ചായ കൊണ്ടുവരാം. ചായ മാത്രം പോരാ, ഊണൂടെ കഴിച്ചേ പോന്നുള്ളൂ. ആയിക്കോട്ടെ. ഇതാരാണ് കോരച്ചേട്ടനാ? എന്താണ് ഈ നേരം കെട്ട നേരത്ത്? ലാസറിയേട്ടൻ ഇവിടെ ഇല്ലല്ലോ. അതെനിക്കറിയാവല്ല. ലാസറിയേട്ടനെ കള്ള് ഷാപ്പിൽ കിറുക്കി കിടത്തിയിട്ടല്ല ഞാൻ ഇങ്ങാട് വന്നത്. കേട്ടാ മേരി, കൊറേ നാളായിട്ട് എന്റെ മനസ്സില് ഒരാശ പെരുകണ്. അതെന്താണ് കോരച്ചേട്ടാ? മനസ്സിലായിട്ടും മനസ്സിലാവാത്ത ഭാവം നടിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടാ. എല്ലാ പെണ്ണുങ്ങളുടെയും സ്വഭാവം ഇങ്ങനൊക്കെ തന്നെയാണ്. ഇങ്ങാട് വന്നാട്ടെ. കയ്യെന്ന് വിട് കോരച്ചേട്ടാ. നീ എന്നെ കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാളുകുറയായി. ഇന്ന് തന്നെ ഞാൻ വിടൂല. വിടാനാണ് പറഞ്ഞത്. നിനക്കിഷ്ടമില്ലെങ്കിൽ വേണ്ട. നിന്റെ മറ്റും ഭാവവും കണ്ടപ്പം വേണ്ടപ്പെട്ട കൊച്ചാങ്ങളമാരോട് സഹകരിക്കുന്ന കൊച്ചു പെങ്ങളാണെന്ന് തോന്നി. ഞാൻ പോവുകയാണ്. പിന്നൊരു കാര്യം, അടിച്ചതും അടി കൊണ്ടതും നാട്ടുകാരോട് പറയാൻ നിൽക്കണ്ട. അതിന്റെ നാണക്കേട് എനിക്കല്ല, നിനക്കാണ്. പിന്നെ നാട്ടുകാർക്കും. എന്തു പറ്റി? വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ലിഫ്റ്റ് വേണമായിരിക്കും. കയറിക്കോളൂ. ഏത് കോടീശ്വരന്റെ മോളാണെങ്കിലും ഒരു ലിഫ്റ്റ് തന്നിട്ട് താങ്ക്സ് പറയാതിരിക്കുന്ന മര്യാദയല്ല. മുമ്പ് എന്തായിരുന്നു ജോലി? കാർ റാലികളിൽ സ്ഥിരം പങ്കെടുക്കാറുണ്ടോ? അതോ സർക്കസിൽ ജീപ്പ് ജമ്പിംഗ് ആയിരുന്നോ? ഓ, അപ്പൊ അതാണ് കാര്യം. ഞാൻ താമസിക്കുന്ന സ്ഥലം ഇവിടെ അടുത്താണ്. ഒന്ന് കയറിയിട്ട് പോവാലോ അല്ലേ? അല്ല, ഇതാര്? പൗസി മോളാ? മോളെന്താ പതിവില്ലാതെ ഈ വഴിക്ക്? അബൂക്കാനൊക്കെ മറന്നോ കുട്ടിയെ? അതെന്താ അബൂക്ക അങ്ങനെ ചോദിച്ചേ? ഇക്കാക്ക് സുഖാണോ? ഓ, എന്ത് സുഖം മോളെ. പടച്ചോൻ ആയുസ് നീട്ടി തരുന്നോണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. വാ, അകത്തേക്ക് പോ. അബൂക്ക, പൗസി കുടിക്കാൻ എന്തെങ്കിലും? മോക്ക് ഇഷ്ടം ഓറഞ്ച് ജ്യൂസാ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. വരൂ. പണിയുന്ന സമയത്ത് ബാപ്പയോടൊപ്പം വന്നിട്ടുള്ളതാ. എന്റെ ബാപ്പയെ നേരത്തെ അറിയോ? അറിയാം, വർഷങ്ങൾക്ക് മുമ്പേ അറിയാം. എന്നിട്ട് നമ്മൾ തമ്മിൽ ഇപ്പോഴാണല്ലോ കാണുന്നത്.
എല്ലാത്തിനും ഒരു നേരവും കാലവും ഒക്കെ ഉണ്ടല്ലോ. ഹൗസി ഇരിക്കെ. വേണ്ട, പോകാൻ തിടുക്കുണ്ട്. എന്താ ഇവിടെ നിൽക്കാൻ പേടിയാണോ? പേടിക്കാതെ എങ്ങനെ? മുമ്പേ ഒരു മുരട്ട് സ്വഭാവക്കാരൻ, ഇപ്പോഴാണെങ്കിൽ ഒന്നാന്തര സ്മഗ്ലർ. ഇത് വളരെ റിസ്കി ജോബല്ലേ? ജീവിക്കാൻ വേണ്ടി ഇത്രയും ബന്ധപ്പെടണോ? ഈ ചോദ്യം താൻ തന്റെ ബാപ്പയോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇതും പറഞ്ഞങ്ങ് ചെന്നാ മതി. താൻ പിടിച്ച മുയലിന് 4 ചെവിയെന്ന ബാപ്പയുടെ പക്ഷം. ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നൊക്കെ എനിക്ക് വേണ്ടിട്ടെന്ന ബാപ്പ പറയുന്നത്. പിന്നെന്താ എന്റെ കാര്യത്തിൽ മാത്രം ഒരു പ്രത്യേകത? ഇന്നാ മോളെ ജ്യൂസ്. ഹൗസി പോവണ്ടേ? പോണം, പക്ഷെ തോന്നുന്നില്ല. നേരെ ഒത്തിരിയായി. വീട്ടിൽ അന്വേഷിക്കില്ലേ? അന്വേഷിക്കട്ടെ. ബാപ്പയെ മറ്റോ അറിഞ്ഞാൽ? അറിയട്ടെ. തനിക്ക് പേടിയില്ലേ? എന്തിനാ പേടിക്കുന്നേ? എന്തിനും ചങ്കുറ്റുള്ള ഒരാളല്ലേ എന്റെ കൂടെയുള്ളത്. ആള് കൊള്ളാവല്ലോ. നാളെ പുറങ്ങടലിൽ വരണ പത്തേമാരിയിലെ ഞമ്മക്ക് 3 പെട്ടികൾ കാണും. ഉച്ചയോടെ പുത്തങ്കടപ്പുറത്ത് സാധനങ്ങൾ എത്തും. ചാലയിലെ അലിയാരായിരിക്കും വള്ളത്തില്. അല്ലേ എന്താ? ആ അതെ. ബാപ്പൂട്ടി കാറുമായി പുത്തങ്കടപ്പുറത്ത്